സ്വാലിഹ, ഈ ചരിത്രമൊക്കെ നോക്കിയാൽ 1987 മുതൽ 2011 വരെയൊക്കെ നിലമ്പൂർ UDF-നൊപ്പമായിരുന്നു. പക്ഷേ അതിനുശേഷം 2016 തൊട്ട് ഇങ്ങോട്ട് അത് ഇടതിനൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ 2014-ലും 2016-ലും ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി. വീണ്ടും 25-ൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഷൗക്കത്തിന്റെ സാധ്യത എങ്ങനെയാണ്? തീർച്ചയായും ഷൗക്കത്തുമായി ബന്ധപ്പെട്ടവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെല്ലാം തന്നെ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും നേതാക്കന്മാർ വിളിച്ച് അദ്ദേഹത്തെ ഫോണിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം കാണാമെന്ന എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം UDF കേന്ദ്രങ്ങളിൽ വലിയൊരു ആശങ്കയുണ്ടാക്കുന്നത് PV അൻവർ തന്നെയാണ്. ഇപ്പോഴും അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ഒരു ആശങ്ക UDF നേതാക്കൾക്കിടയിലുണ്ട്. അതിപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം UDF-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. 3.5 പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചത് PV അൻവറാണ്. അത് 10,000-ൽ പരം വോട്ടിനായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 2,700 വോട്ടുകൾക്കാണ് PV അൻവർ വിജയിച്ചിരുന്നത്. അത് VV പ്രകാശിനെയാണ്, അന്ന് DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശിനെയാണ് തോൽപ്പിച്ചിരുന്നത്. VV പ്രകാശ് തോൽക്കാനുണ്ടായ സാഹചര്യം ആര്യാടൻ ഷൗക്കത്ത് വോട്ട് മറിച്ചതാണെന്ന് പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു വിമർശനമുണ്ടായിരുന്നു. അത് ഇന്ന് അദ്ദേഹത്തിന്റെ മകൾ വളരെ വൈകാരികമായ കുറിപ്പിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. ശരി സ്വാലിഹ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാകും, പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. നിലമ്പൂർ ഇനി എന്താണ് പറയുന്നത്, നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളതൊക്കെ ഇനി നിലമ്പൂരത്തിലൂടെ കാണാൻ സാധിക്കും. വിവരങ്ങളാണ് KT സ്വാലിഹ നൽകിയത്.